ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ ഈ വലിയ ആ ഒരു പ്രോസസ്സിന് ശേഷം പരാതിക്കാരനും പരാതിയെ പറയുന്ന ആളുകളും ഒക്കെ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ പരാതിക്കാരുണ്ടാകില്ലല്ലോ, അല്ലേ? അത് പാർട്ടിയുടെ രീതിയാണ് എന്ന് വ്യക്തമാക്കിയാൽ മതിയല്ലോ. ശ്രീ ജയചന്ദ്രൻ പറയുന്ന പോലെ അല്ല കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. കുഞ്ഞികൃഷ്ണൻ പറയുന്നത് കമ്മീഷൻ ഒരു പ്രവർത്തനമാണ് നടത്തിയത്. കുറ്റക്കാരെ സംരക്ഷിക്കാനും അതിന് നിയമപരമായിട്ട് ചുമതലപ്പെടുത്തിയ ആള് ഞാൻ പരാതിക്കാരനായിരുന്നില്ല. എന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയ ഓഡിറ്ററായിരുന്നു. ഞാൻ ഓഡിറ്റ് നടത്തിയ വിവരം പാർട്ടിയെ അറിയിക്കുകയാണ് ചെയ്തത്. ഞാൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു. എൻ്റെ അടുത്ത് ബോധ്യപ്പെട്ട കാര്യം ഞാൻ പാർട്ടിയെ അറിയിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. കുറ്റക്കാരനായിരിക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ അദ്ദേഹത്തെ അവിടെ നിന്ന് നടപടിയെടുത്ത് മാറ്റുമ്പോൾ അദ്ദേഹം എന്നെയും കൊണ്ടേ പോകൂ എന്നൊരു സമീപനം എടുത്തപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുത്തു. പോട്ടെ, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതല്ലേ, നമ്മളിവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റേ വ്യാജ ID കാർഡ് അടിച്ചതിനെ കുറിച്ച് അന്വേഷിക്കുന്ന പാർട്ടിയല്ലേ? വ്യാജ റെസിപ്റ്റ് അടിച്ചതിൻ്റെ കാര്യം ഇവിടെ പറയണ്ടേ? വ്യാജ റെസിപ്റ്റ് അടിച്ചില്ലേ, ഇമ്പേഴ്സണേറ്റ് ചെയ്തില്ലേ? ജനങ്ങളുടെ കയ്യിൽ നിന്ന് പാർട്ടിക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞുള്ള ഫണ്ട് മേടിച്ച് തിരിമറി നടത്തിയാൽ അത് ജനങ്ങളെ കബളിപ്പിക്കലല്ലേ? അഴിമതിക്ക് പാർട്ടി നടപടിയെടുത്ത ആളെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാക്കി കൊണ്ടുവച്ചിരിക്കുന്നതിനെ കുറിച്ച് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്ത് പരസ്യമായി എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയണ്ടേ? റിയൽ എസ്റ്റേറ്റുകാരനെ പിരിവിന് വിടുന്നതിന് മറുപടി പറയണ്ടേ? അപ്പോൾ പാർട്ടിക്ക് വിപുലമായ കമ്മീഷനുണ്ട്, കമ്മീഷന്റെ രീതിയുണ്ട്, അത് സംഘടനാപരമായ കാര്യം. എന്തെങ്കിലും നടപടി എടുക്കട്ടെ. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുകയോ ഏരിയ കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ എവിടെയെങ്കിലും വെക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. അതല്ലല്ലോ വിഷയം. ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറയണ്ടേ? അത് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇത് ജനങ്ങളുടെയും കൂടി ഒരു പാർട്ടിയല്ലേ? അതിനെക്കുറിച്ചാണ് മറുപടി പറയേണ്ടത്. ഇതിന്റെ അനിവാര്യമായ പരിസമാപ്തി എന്ന് പറയുന്നത് കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തു പോകും എന്നുള്ളതായിരിക്കുമോ? തീർച്ചയായിട്ടും കടുത്ത നടപടി ഉണ്ടാകും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 ദിവസത്തിനകം പുറത്താക്കും. ശരി, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ പുറത്താക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് പ്രശ്നമാണ്. കാരണം ഇതിന് മറുപടി പറയേണ്ടി വരും. അത് അവരുടെ വിഷയങ്ങൾ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഇൻഡിവിജ്വലാണ്. അല്ല ശ്രീ ജോസഫ് സി മാത്യു, ഇതിപ്പോ ഈ കുഞ്ഞികൃഷ്ണൻ വ്യക്തിപരമായി തന്നെ അതിനെ നേരിടേണ്ടി വരുമോ? അദ്ദേഹത്തെ അനുകൂലിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അനുഭാവമോ നിലപാടോ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കുണ്ടോ? പാർട്ടിയെ ഇത് സംബന്ധിച്ച് പാർട്ടി അണികൾക്കിടയിൽ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ടോ? മാധു, ഇത് വളരെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ വി നാരായണൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഇപ്പോൾ 75 വയസ്സായതുകൊണ്ട് ഏറിയ കമ്മിറ്റിയിലെ ക്ഷണിതാവായിട്ട് ഒറ്റ മാറിയതാണ്. സി കൃഷ്ണൻ എന്ന് പറയുന്ന സഖാവുണ്ട്. അവിടെ വ്യാപകമായി പാർട്ടിക്കകത്ത് അഭിപ്രായമുള്ളവരുണ്ട്. ഇപ്പോൾ ശ്രീ കുഞ്ഞികൃഷ്ണൻ തന്നെ ഇതുമായിട്ട് എത്ര നാൾ പാർട്ടിക്കകത്ത് തുടർന്നു. ഇടയ്ക്ക് പിണങ്ങി പോയി 8 മാസത്തിന് ശേഷം വീണ്ടും വന്ന് ജില്ലാ കമ്മിറ്റിയിൽ അംഗമായി പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്ന ഒരുപാട് പേര് അതിൽ തുടരുമായിരിക്കും. കാരണം അത് പാർട്ടി സംവിധാനം അങ്ങനെ ഒന്നാണ്. അതൊക്കെ എനിക്കും ബോധ്യമുണ്ട്. പക്ഷേ ഇത് ഒരാൾ തികട്ടി പുറത്തു വന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അണികൾ തിരുത്തണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ സ്ഥാനം മാത്രമല്ല, 50 വർഷത്തോളം പ്രവർത്തിച്ച പാർട്ടിയിലെ സ്ഥാനം മാത്രമല്ല, അവരദ്ദേഹത്തെ ഒറ്റുകാരൻ എന്ന് വിളിക്കുമ്പം നേരിടുന്ന ബുദ്ധിമുട്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു മനുഷ്യൻ വന്ന് പറയുമ്പോൾ ആ വിഷയങ്ങൾ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ബൈബിളിൽ പറയും. അതുപോലെ അത് പാർട്ടിയിലെ അണികൾ അത് കേൾക്കാനും അവർ നേതൃത്വത്തോട് തിരുത്തൽ ആവശ്യപ്പെടാനും ഉള്ള ഒരു അവസരമാണ്. അതിനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതിനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഏതാണ്ടൊരു കൊതിക്കറുവായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്.